സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകരാൻ ഒരു വനിതാക്കൂട്ടം. വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിലർമാരാണ് കുട്ടികൾക്ക് മനോധൈര്യം പകരാൻ വേദികൾക്കരികിൽ സദാ സജ്ജമായിട്ടുള്ളത്. വേദിയിലെത്തുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് സഭാകമ്പം അകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കൗൺസിൽ നടത്തുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് കൗൺസിലർമാർ പറയുന്നു. വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും ശിശു സംരക്ഷണ പദ്ധതിയുടെയും ഭാഗമായിട്ട് സൈക്കോ സോഷ്യൽ സർവീസ് സ്കീമാണ്. നമ്മുടെ 24 വേദികളിലായിട്ട് നമ്മുടെ ടീം അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ വേദികളിൽ ഇരിക്കുന്നത് നമ്മുടെ പങ്കെടുക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അപ്പം കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനാവാം, അവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ടീച്ചേഴ്സിനാവാം, അപ്പം ഉണ്ടാകുന്ന ടെൻഷൻസ്, ഡിപ്രഷൻ, പിന്നെ പെട്ടെന്ന് എന്തൊക്കെയാണ് ഉണ്ടാകുന്ന അവർക്ക് ആരോഗ്യപരമായിട്ട് തളർന്നു വീഴുക, അങ്ങനെ ഉണ്ടാകുന്ന ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, ഇവരിവിടെ വരുമ്പോൾ ഇവർക്ക് ഇനി ഫർദറായിട്ട് അവർക്ക് ഫോളോ അപ്പ് വേണം. ഇവരുടെ കണ്ടീഷൻസിൽ ഇവർക്ക് ചിലപ്പം ഈ ഒരു പ്രോഗ്രാം കൊണ്ട് മാത്രം തീരുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ അവരെ നമ്മൾ അതായത് വേണ്ടുന്നിടത്തേക്ക് അവരുടെ നീഡ് അനുസരിച്ച് അവരെ റെഫർ ചെയ്ത് നമ്മൾ വിടാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് വേണ്ടുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കൗൺസിലേഴ്സിനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരെ അതല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയൊക്കെയാണ് വിടണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗവൺമെൻറ് സെറ്റിംഗ്സിലാണ് ഇവരുടെ നീഡ് എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് വിടുന്നത്. നിരവധി കുട്ടികളാണ് ഭയമകറ്റാൻ കൗൺസിലർമാരുടെ അരികിലെത്തിയത്. കലോത്സവ വേദികളിൽ ആദ്യമായാണ് കുട്ടികൾക്കായുള്ള കൗൺസിൽ സെന്റർ സജ്ജമാക്കിയത്. വേദിയിലെത്തുന്ന കുരുന്നുകൾക്ക് ധൈര്യം പകരാൻ, ആത്മവിശ്വാസം നൽകാൻ ഒരു കൂട്ടം വനിതകളുണ്ട് ഇവിടെ. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, കൊല്ലം.